ഹലോ ഗൈസ്, അപ്പോൾ ഇന്നൊരു കണ്ടന്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അനിയത്തിന് ഫോം കൊടുക്കാണ്ട് കോളേജിൽ പോകുന്നു. അപ്പോൾ പോകുന്ന വഴിക്കാണ് ഓള് പറയുന്നത് അവിടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ ഉണ്ടാവും, അതുകൊണ്ടാണ് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുന്നത്. കോളേജിലാണ് ഓളെ അവിടെ ഇൻ്റർവ്യൂ വിളിച്ചാണ്. ഞാനെ കുറച്ച് പറഞ്ഞ് പേടിപ്പിക്കും ചെയ്തു. നമുക്ക് എന്തൊക്കെയാണ് ഒരു സുഖം. അങ്ങനെ നമ്മൾ കുറേ തള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ തള്ളലൊക്കെ തള്ളി അവിടെ പറയുന്ന നല്ലൊരു കാറ്. അങ്ങനെ ചെന്ന് നോക്കുമ്പോൾ വേറെ ആരുമല്ലേ, നമ്മുടെ മാമൻ തന്നെ. മാമനാണ് കുറച്ച് പൊക്കി വെച്ചപ്പോൾ മാമൻ വ്ളോഗ് ചെയ്യുന്ന കണ്ടപ്പോൾ കുറച്ച് മെയിനാവും ചെയ്ത്. എന്ത് ചെയ്യാനാ? അപ്പോഴാണ് മാമൻ പറയുന്നത് രാവിലെ വന്നത് ഒരേ പോസ്റ്റാണ്, മോളെ എക്സാമിന് വേണ്ടി വന്നതാ പോലും. അങ്ങനെ മാമൻ്റെ കുറേ വിഷമങ്ങളും ഒക്കെ കേട്ട് കഴിഞ്ഞ് നമ്മൾ ഈ കോളേജിലേക്ക് വിട്ട് അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടെയാണ് ഒരു പൂച്ചക്കുഞ്ഞു പോലും ഇല്ല. അങ്ങനെ അവിടുത്തെ ആൾക്കാരെ വിളിച്ചപ്പോൾ ഒരു പറഞ്ഞു ഫോമൊക്കെ കൊണ്ടുപോയി എത്തിങ്ങാനേക്ക് വയ്ക്കും. അങ്ങനെ അവിടെ പോയി അവിടെ എത്തുമ്പോൾ അവിടെ ആളില്ല. അങ്ങനെ കുറേ നേരം കാത്തിരുന്ന് കഴിഞ്ഞപ്പോൾ അവർ വന്ന് അങ്ങനെ ഫോമും കൊടുത്ത് നമ്മളെ പഠിപ്പിച്ചൊരു ടീച്ചറെയും കണ്ട് നമ്മളവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ പഠിച്ച അവിടെയാണ് നമ്മളെല്ലാ ടീച്ചർക്കും അറിയാം, എല്ലാ തരിവിടെ ഉണ്ടല്ലോ നമ്മൾ പ്രോ. അങ്ങനെ നൊസ്റ്റാൾജി അടിക്കുന്ന കാര്യം നമ്മൾ പോകുന്ന വയ്ക്കാണ്ട് ഇവിടെയാണ് എന്നെ പെറ്റിട്ട് തന്നെ. എനിക്കൊക്കെ ഇവർ അവാർഡ് തന്നെ തരണം. കാരണം LKG മുതൽ ഇപ്പം വരെ പഠിക്കുന്ന ഡബ്ല്യു സ്ഥാപനത്തിൽ തന്നെ. അങ്ങനെ പോകുന്ന വയ്ക്കാൻ ഇവനെ കണ്ടിട്ട് അസൂയായത്. ഒരു കൂസിലില്ല, തിന്നങ്ങനെ നടക്കുക. പഠിക്കും വേണ്ട, ടെൻഷനും വേണ്ട, ഒന്നും വേണ്ട. അങ്ങനെ അതിനെക്കുറിച്ച് മനസ്സിലെന്തൊക്കെയോ വിചാരിച്ച് നമ്മൾ നേരെ റിസോർട്ട് വീഡിയോ എടുക്കാൻ പറ്റും. എന്താ പോൻ്റെ ലുക്ക്, മമ്മൂട്ടിയെന്ന് വിചാരോ. അങ്ങനെ നമ്മൾ പുറേ പോയി ഇങ്ങനെ റീൽസ് കണ്ട് കൊടുക്കുമ്പോൾ അനിയൻ പറയുന്നത് ചായ ഉണ്ടെന്നൊക്കെ ചായ കുടിക്കാൻ പോവാം. അങ്ങനെ മഴയൊക്കെ കണ്ട് ചായ കുടിക്കില്ല വെച്ചാൽ നമ്മൾ പുറത്തേക്ക് പോയി. പെട്ടെന്ന് സൗണ്ട് എന്തല്ലേ, ഇല്ലെങ്കിൽ ഒരു ഭാവിയാണെന്നുണ്ട്. ഞാൻ എവിടെ കിട്ടിക്കില്ല എന്തായാലും റെയിൽവേയിലും എനിക്ക് പണി കിട്ടും. അങ്ങനെ നല്ല കട്ട്ലേറ്റും ചായയും ടേസ്റ്റ് അറിയോ. ഈ സുഗന്ധത്തിൽ പുറത്തേക്ക് കുടിച്ചാൽ കിട്ടൂല. അങ്ങനെ മഴയൊക്കെ കൊണ്ട് നമ്മൾ ചായ അങ്ങനെ കുടിച്ചു കൊടുക്കുക. അപ്പോൾ ഉമ്മയും ഉപ്പയും എല്ലാവരും വന്ന് നമ്മളെല്ലാ ഫാമിലിനും ഒപ്പം ഇരുന്ന് സംസാരിക്കുന്ന വേറൊരു വൈബല്ലേ. അപ്പോൾ നിങ്ങളെ പോലെ എല്ലാവരും ഇങ്ങനെ സംസാരിക്കണം, നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബാക്കി നാളെ. അസ്സലാമു അലൈക്കും.